ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷനാണ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാർഡ്സ് നോക്കാം. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ പറ്റി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്? ഇത്രയും കാർഡ്സാണ് എടുക്കുന്നത്. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം മൗനം പാലിച്ചിരിക്കുന്ന ഒരു എനർജിയിലാണുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി യാതൊരു ആക്ഷനും എടുക്കാതെ ഇരിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി പറയുന്നുണ്ടാവില്ല. ചിലവരുടെ കേസിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇപ്പോൾ തീർത്തും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും സൈലന്റ് മോഡിലായിരിക്കും നിങ്ങളുടെ വ്യക്തി തുടരുന്നത്. എന്തായാലും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മുഖം തരാതെ ഇരിക്കുന്ന ഒരു എനർജി. അത് ഈ വ്യക്തി മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ റീസൺ നോക്കിയപ്പോൾ ഇവർക്ക് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കണ്ണടച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഈ വ്യക്തി നിങ്ങളെന്നുള്ള സത്യത്തെ കാണാൻ ശ്രമിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ മനസ്സിൽ വളരെയധികം കൺഫ്യൂഷൻ ഈ ഒരു വ്യക്തിക്ക് നിലനിൽക്കുകയാണ്. ഈ വ്യക്തി എത്ര ആലോചിച്ചിട്ടും നിലവിലെ സാഹചര്യത്തിന് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി മറ്റൊരു കാര്യത്തിൽ കൂടി എൻഗേജ്ഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം ഇപ്പോൾ ഈ ഒരു വ്യക്തിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് തരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അവർ മറ്റേതോ കാര്യത്തിനാണ് അവരുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങളെ ശ്രദ്ധിക്കാതെ അവർ മറ്റേതോ കാര്യത്തിൻ്റെ പുറമേ പോകുന്നു എന്നുള്ളത്. അത് ചിലപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അവരുടെ ഫാമിലി ആയിരിക്കാം, ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സ് ആയിരിക്കാം, അങ്ങനെ എന്തു തന്നെ സിറ്റുവേഷനും ആകാം കേട്ടോ. എന്തായാലും അവർ മറ്റേതോ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളുടെ കാര്യത്തിൽ മൗനമായി ഇരിക്കുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് സീക്രട്സ്, മിസ്റ്ററീസ് ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. അതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങൾ അറിയരുതെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാനോ, നിങ്ങൾ പറയുന്നത് പോലെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാനോ കഴിയാതെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്കതിന് കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇവരുടെ മുന്നിൽ രണ്ട് ചോയ്സ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു വശത്ത് നിങ്ങളായിരിക്കാം,
മറ്റൊരു വശത്ത് ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫാമിലിയോ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ അത് അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റെന്തോ ഒരു കാര്യം കൂടി അവർക്കുള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഒരേപോലെ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുന്നില്ല. ഈ വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർത്തും സൈലന്റ് ആയത് ഈ വ്യക്തിക്ക് നിങ്ങളോട് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ്. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണം. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി സൈലന്റായി തുടരുന്നത്. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ഈ വ്യക്തി നല്ല രീതിയിൽ ഭയക്കുന്നതായിട്ട് കാണുന്നു. അഥവാ നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിലാണ് എടുക്കുക, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഹിഡൻ ആണ് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. കാരണം ഈ വ്യക്തി ഒരു സമയം തന്നെ 2 റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഓട്ടമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആണ്. ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ ഒളിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന തേർഡ് പാർട്ടിയെ പേടിച്ചിട്ടായിരിക്കാം. തേർഡ് പാർട്ടി എന്നത് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണെന്നാണ് ഇവിടെ കാണുന്നത്. ചിലവരെ സംബന്ധിച്ച് അതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ മറ്റു ചിലവരെ സംബന്ധിച്ച് അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആകും. അമ്മ, സഹോദരി, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയി കാണുന്ന മറ്റു വ്യക്തികളുമാകാം. അപ്പം എങ്ങനെയാണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് രണ്ടും വേണം എന്ന മൈൻഡ് സെറ്റാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവർ ഒരു ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് മടിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെയും അവരെയും വിട്ടുകളയാനും വയ്യ, പിണക്കാനും വയ്യാത്ത ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. അതിൻ്റെയാണ് ഈ ഒരു വ്യക്തി അനുഭവിക്കുന്ന സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വ്യക്തി തീർത്തും സ്റ്റക്കാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ. നിങ്ങളൊരു പക്ഷേ വളരെ ഇൻഡ്യൂട്ടീവ് പവർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അതായത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി റിയൽ ആണോ അതോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആര് കള്ളത്തരം കാണിച്ചാലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നതാണ്. നിങ്ങളൊരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒളിച്ച് ഈ ഒരു വ്യക്തി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ അവസാനം സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയാൻ ഇടവരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ വന്ന തേർഡ് പാർട്ടി വളരെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തിയെ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിവുള്ള വ്യക്തിയാണ്. അതായത് വരച്ച വരയിലൊക്കെ നിർത്തുക എന്ന് പറയില്ലേ, അതുപോലുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ചിലപ്പോൾ അവർ സ്നേഹം കാണിച്ചായിരിക്കാം അവരെ അവിടെ പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷെ കൂടുതലും അവർ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. തിരശീലയ്ക്ക് പിന്നിൽ പലതും നടക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും അവർ വാലിന് തീ പിടിച്ച അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും അവരുടെ മനസ്സിനകത്ത് ഒട്ടും സ്വസ്ഥത കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു രീതിയിൽ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് പെരുമാറേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അവർ കടുത്ത ദുഃഖത്തിലാണ്. അവരുടെ ട്രൂ ഇൻറ്റൻഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ അവർക്ക് യാതൊരു ഉദ്ദേശവും ഉള്ളതായിട്ട് കാണുന്നില്ല. നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് നോ പറയാൻ പറ്റാത്തതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തരാതെ മൗനമായി ഇരിക്കുന്നതും. ചുരുക്കം പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ വേണം. മറ്റൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാലൻസ് ചെയ്യാനായിട്ട് ഒരുപാട് പാടുപെടുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത്. എന്തായാലും നിങ്ങളുടെ മെമ്മറീസിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് ഓടി ഒളിക്കാൻ സാധിക്കുന്നില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളുടെ മെമ്മറീസ് ആണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. അവർ ഏത് തന്നെ സിറ്റുവേഷനിലാണെങ്കിലും പോയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ ആ ഒരു മെമ്മറീസ് ഈ ഒരു വ്യക്തിക്ക് മറന്നു കളയാൻ സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നിങ്ങളുടെ ഇടയിലെ തേർഡ് പാർട്ടിയെ വിട്ടുകളയണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല.
എങ്കിലും നിങ്ങളും അവരോടൊപ്പം ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. ആ ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു 2 സാഹചര്യത്തെ ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. അവർ മാക്സിമം നോക്കുന്നുണ്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അപ്പുറത്തെ വശത്തുള്ളത്. അപ്പം അതും വിട്ടുകളയാൻ വയ്യ, നിങ്ങളെയും വിട്ടുകളയാൻ പറ്റാത്ത ഒരു കുഴഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളെയും പിണക്കാൻ കഴിയില്ല, അവരെയും പിണക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴുള്ളത്. ഇനി ഈ ഒരു റീഡിങ്ങുമായി കണക്ട് ചെയ്ത് വന്ന ക്ലോസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 24 മുംബൈ, 1980 61 ഇടുക്കി, കാസർഗോഡ് 65 അവിട്ട നക്ഷത്രം, രോഹിണി നക്ഷത്രം, നമ്പർ 50 മാർച്ച് മന്ത് 27, ലെറ്റർ R 39, നമ്പർ 10, നമ്പർ 19, ഡൽഹി 56, ലെറ്റർ V, മകം നക്ഷത്രം, നമ്പർ 17, 57, 1972, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് 26, ജൂൺ മന്ത് 1986, 1979, 2006, പാലക്കാട്, കോട്ടയം 1968, 2005, നമ്പർ 12, ഉത്രട്ടാതി നക്ഷത്രം, വിശാഖം നക്ഷത്രം, നമ്പർ 15, ലെറ്റർ E, നമ്പർ 13, നമ്പർ 35, 41, നമ്പർ 42, 1965, 1971, നമ്പർ 33. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.